ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് റായ് ബറേലിയെ കുറിച്ചാണ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? റായ് ബറേലി ഇന്ദിരാഗാന്ധി പ്രതിനിധീകരിച്ച 1967 1971 ഇന്ദിരാഗാന്ധി പ്രതിനിധീകരിച്ച അതേ ലോക്സഭാ മണ്ഡലം. എന്താണ് റായ് ബറേലിയുടെ ഇപ്പോഴത്തെ സ്ഥിതി? 2004 മുതൽ 2019 തെരഞ്ഞെടുപ്പ് വരെയും സോണിയാഗാന്ധിയായിരുന്നു റായ് ബറേലിയെ പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും പ്രതിനിധീകരിക്കുന്നത് സോണിയാഗാന്ധി തന്നെ. പക്ഷേ റായ് ബറേലിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പഠിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് പറ്റുന്നത് കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അനലൈസ് ചെയ്യാതെ പോകുന്നതാണ്. കൃത്യമായിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ്ങും ചെയ്യാതെ പോകുമ്പോഴാണ് പലപ്പോഴും പല മണ്ഡലങ്ങളും കോൺഗ്രസ് പാർട്ടിക്ക് വിട്ടുപോയിട്ടുള്ളതും. റായ് ബറേലിയും വിട്ടുപോകാൻ സാധ്യതയുണ്ടോ? നമുക്ക് നോക്കാം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങൾ. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അന്ന് സോണിയാഗാന്ധിക്ക് ലഭിക്കുന്നത് 4,81,000 പരം വോട്ടുകളാണ്. അന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായ RB സിംഗിന് ലഭിക്കുന്നത് വെറും 25,000 ചില്ലുവാനം വോട്ടുകൾ മാത്രം. 2014 എത്തിയപ്പോഴേക്കും സോണിയാഗാന്ധി വോട്ട് കുറച്ച് വർദ്ധിപ്പിച്ചു. 5,26,000 ചില്ലുവാനം വോട്ടുകൾ സോണിയാഗാന്ധിക്ക് ലഭിച്ചപ്പോൾ തൊട്ടടുത്ത BJP എതിർ സ്ഥാനാർത്ഥിക്ക് 1,73,000 വോട്ട് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ 25,000 നിന്ന് 1,73,000 BJPയുടെ വോട്ട് വർദ്ധിച്ചു എന്നുള്ളത് തീർത്തും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. ഇനി 2019 കണക്ക് നോക്കാം. സോണിയാഗാന്ധിക്ക് ലഭിക്കുന്നത് 5,34,000 പരം വോട്ടുകൾ. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായിരുന്ന BJPയിലെ ദിനേശ് പ്രതാപ് സിംഗിന് 3,67,000 വോട്ടുകൾ. ചുരുക്കി പറഞ്ഞാൽ BJP അവരുടെ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 25,000 നിന്ന് 1,73,000 പിന്നീട് 3,67,000 BJP വർദ്ധിപ്പിച്ചിരിക്കുന്നു. പഴയ നമ്മളുടെ കണക്ക് പുസ്തകമൊക്കെ എടുത്തു നോക്കുമ്പോൾ അരിത്മാറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിലും ജോമെട്രിക് പ്രോഗ്രഷൻ ആണെങ്കിലും ഒക്കെ ഏത് വെച്ച് നോക്കിയാലും ഒരുപക്ഷെ റായ് ബറേലിയിൽ ഇത്തവണ ചിലപ്പോൾ കാര്യങ്ങൾ പരുങ്ങലിലായേക്കാം. ഇത്തരത്തിലുള്ള ട്രെൻഡുകൾ നോക്കിക്കൊണ്ട് കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ 5 വർഷം നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലൂടെ തങ്ങളുടേതായിട്ടുള്ള മണ്ഡലം ഉറപ്പിച്ചു നിർത്താനുള്ള കാലിബർ പലപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളും കോൺഗ്രസ് എന്ന പാർട്ടിയും നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകൾ പോലും അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളായിരുന്ന മണ്ഡലങ്ങൾ പലതും നഷ്ടപ്പെടുത്തിയത് ഇത്തരത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കറക്റ്റായി ഫോളോ ചെയ്യാത്തതും കൃത്യമായ പ്ലാനിങ് ചെയ്യാത്തതുകൊണ്ടും മാത്രമാണ്. എന്തായിരിക്കും റായ് ബറേലിയിലെ ഇത്തവണത്തെ അവസ്ഥ? നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാമോ?